പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NASന്റെ +2 ഹോം സയൻസിന്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് സോൾവഡ് ആണ് അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം വരുന്ന 2025 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലൊക്കെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. നോർമൽ ആയിക്കോട്ടെ, ഓൺ ഡിമാൻഡ് ആയിക്കോട്ടെ, ഈ രീതിയിലുള്ള എക്സാം എഴുതുന്ന ഹോം സയൻസിൻ്റെ സ്റ്റുഡൻസിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്, പ്രാക്ടിക്കൽ എക്സാം 20 മാർക്കിന് നടക്കുന്നുണ്ട്. അതിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഏകദേശം 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ പോയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് അവതരിപ്പിക്കുന്നത്. ഹോം സയൻസ് 20 മാർക്കിന്റെ പേപ്പറാണ്. 10 മാർക്ക് നിങ്ങൾക്ക് PCP ക്ലാസ്സിന് അറ്റൻഡ് ചെയ്താൽ കിട്ടിയിട്ടുണ്ടാവും. ബാക്കി വരുന്ന 10 മാർക്ക് നിങ്ങൾക്ക് ഈ 17-ാം തീയതി മാർച്ച് 17-ന്റെയും 20-ന്റെയും ഇടയിൽ നടക്കുന്ന പ്രാക്ടിക്കൽ എക്സാമിന് വരുന്നതാണ്. ആ 10 മാർക്കിൽ നിങ്ങൾ പോകുമ്പോൾ റെക്കോർഡ് എഴുതി കൊണ്ടുപോകണം. റെക്കോർഡ് നന്നായിട്ട് പഠിച്ചു പോകണം. അതിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ എന്ത് ചെയ്യാം, 1-2 ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് പേപ്പർ നടത്താം എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് PCP ക്ലാസ്സിന് പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് അവിടുന്ന് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അതിൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവർ പറഞ്ഞിട്ടുണ്ടാവും. ചില ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ PCP ക്ലാസ്സിൽ പങ്കെടുത്തവർ അതിൻ്റെ റെക്കോർഡിൽ എഴുതി നന്നായിട്ട് പഠിച്ചു വരിക. അതിന് പങ്കെടുക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ റെക്കോർഡ് ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് ഏകദേശം ഒരു 10 എക്സ്പെരിമെന്റ് എങ്കിലും അവർ എന്ത് ചെയ്യണം, എഴുതണം എന്നതാണ്. ഇനി ഇതിന്റെ ആർക്കെങ്കിലും PDF സോൾവ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാനത് അയച്ചു തരും. പ്രാക്ടിക്കലിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതാവുന്നതാണ്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ്. ഇനി ഒരാൾക്കത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതുകൊണ്ട് വിരോധമല്ല. നമുക്ക് ഏറ്റവും നല്ലത് ഇംഗ്ലീഷിൽ തന്നെ എഴുതായിരിക്കും നല്ലത്. റെക്കോർഡ് ബുക്കിൽ തന്നെ നീറ്റായിട്ട് എഴുതണം എന്നുള്ളതാണ്. ഓക്കെ, PCP ക്ലാസ്സിന് പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽ എക്സാമിന് അവർക്ക് 20 മാർക്കായിരിക്കും. പങ്കെടുക്കാത്തവർ എന്ന് പറയുന്നത് PCP ക്ലാസ് നടത്താത്ത സെന്ററുകളാണെങ്കിൽ അവർക്ക് ഔട്ട് ഓഫ് എക്സാം 20 നടത്തിയിട്ട് പങ്കെടുക്കാത്തവരാണെങ്കിൽ അവർക്ക് 10 മാർക്ക് നഷ്ടപ്പെട്ടു. 20-ൽ 10 മാർക്ക് നഷ്ടപ്പെട്ടു. ഇനി ഔട്ട് ഓഫ് 10-ൽ അവർക്ക് എത്ര ലഭിക്കും എന്നുള്ളതാണ് അവർ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ പോയ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഒരുപാട് പറഞ്ഞു. ഫുഡ് പ്രിസർവേഷന്, പൊല്യൂഷന്, അതേപോലെ തന്നെ ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, അതേപോലെ തന്നെ വീല്, കളർ വീല്, ഇതൊക്കെയാണ്. ഇന്ന് നമ്മൾ ഇതിൽ പറയുന്നത് പ്രാക്ടിക്കൽ ടു കളക്ട് ഡിഫറെന്റ് ഫുഡ് ഐറ്റംസ്, വ്യത്യസ്ത തരത്തിലുള്ള ഫുഡ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ റെക്കോർഡിൽ എഴുതുമ്പോൾ തന്നെ വളരെ നീറ്റ് ആയിട്ട് എഴുതണം. അതിന് ഫസ്റ്റ് അതിന്റെ പേജിൽ നമ്മൾ ഫില്ലപ്പ് ചെയ്യാനുള്ള എൻറോൾ നമ്പർ, പേര്, ഈ ഇൻസ്റ്റിറ്റ്യൂഷന് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫില്ലപ്പ് ചെയ്യണം. അടുത്ത പേജിൽ ഇൻഡെക്സിൽ നമ്മൾ ഓരോ പ്രാക്ടിക്കലും അത് ഏത് പേജ് മുതൽ ഏത് പേജ് വരെ, ഏത് ഡേറ്റിലാണ് എക്സ്പെരിമെന്റ് നമ്മൾ നടത്തിയത്, അതൊക്കെ കറക്റ്റായിട്ട് എഴുതണം. എന്നിട്ട് അടുത്ത പേജിൽ പ്രാക്ടിക്കൽ 1 എന്ന് മാത്രം എഴുതുക. അതിന്റെ അപ്പുറത്തെ പേജിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇങ്ങനെ പ്രാക്ടിക്കൽ 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത പേജിൽ പ്രാക്ടിക്കൽ 2 എന്ന് സെന്ററിൽ എഴുതുക. പിന്നെ അടുത്ത പേജ്, അങ്ങനെ എഴുതുമ്പോൾ ഒന്നുകൂടി നീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് പ്രാക്ടിക്കല് ഇപ്പൊ 5-ാമത്തെ പ്രാക്ടിക്കലാണ് പറയുന്നത്. എയിം എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. ആ എയിമില് ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. വ്യത്യസ്ത തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കളക്ട് ചെയ്യുക അറ്റ് ഹോം വീടുകളിൽ നിന്ന്. അതിന് കാറ്റഗറൈസ് ദ അണ്ടർ വേര്. ഇവയെ നമ്മൾ വ്യത്യസ്ത ഫുഡ് ഐറ്റംസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അവയെ വ്യത്യസ്ത ഫുഡ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുക എന്നുള്ളതാണ്. അതാണ് എയിമിൽ വരുന്നത്. പിന്നെ നമ്മൾ എഴുതേണ്ടത് ഇൻട്രൊഡക്ഷൻ. ഈ സ്റ്റെപ്പ് രീതിയിൽ തന്നെ എഴുതുകയാണെങ്കിൽ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടും. എയിം എന്ന് പറഞ്ഞ ലക്ഷ്യമാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആമുഖമാണ്. ആമുഖത്തിൽ നമ്മളിവിടെ എഴുതേണ്ടത് ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് എഴുതണം. സമീകൃത ആഹാരം. ഇപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ വ്യത്യസ്ത തരമായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്. ധാന്യങ്ങളായാലും പഴങ്ങളാണെങ്കിലും പച്ചക്കറികളാണ്, മാംസമാണ്, മത്സ്യം, ഇതൊക്കെ നമ്മൾ മിക്സ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അത്തരം പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ മിക്സായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്ത് പറയുന്നത്, സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഇപ്പൊ എന്നും അരി ഭക്ഷണം കഴിക്കുക, അപ്പൊ അതിലൊന്നും വേറെ ഒന്നും എന്തില്ല, കൊഴുപ്പുകളോ അല്ലെങ്കിൽ എന്താ വിറ്റാമിൻസിൽ വരുന്ന മാറ്റങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പൊ മിനറൽസും ധാതുക്കളും മിനറൽസും അതേപോലെ തന്നെ വിറ്റാമിൻസും പ്രോട്ടീൻസും അന്നജൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ വേണം. അതിന് നമ്മൾ പലതരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്, പഴങ്ങളും പച്ചക്കറികളും മാംസങ്ങളും ഒക്കെ ഉൾപ്പെടുത്തുന്നത്. ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് എഴുതേണ്ടത്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാം. ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് ഗ്രൂപ്പുകൾ, നമ്മൾ ക്വസ്റ്റ്യൻസിലെ ഫുഡ് ഗ്രൂപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ആയിട്ട് 5 ഫുഡ് ഗ്രൂപ്പുകളാണ് പറയുന്നത്. ഓരോന്നും പറയുന്നത്. ഗ്രൂപ്പ് 1 നമ്മൾ സെരിയൽസ്, ഗ്രെയിൻസ് ആൻഡ് പ്രൊഡക്ട്സ്, ധാന്യങ്ങളും ധാന്യ ഉൽപ്പന്നങ്ങളാണ്. അതായത് അരി, ഗോതമ്പ് പോലുള്ള കാര്യങ്ങളാണ് ഇതിൽ ഗ്രൂപ്പ് 1 വരുന്നത്. ഗ്രൂപ്പ് 2 പയർ, പൾസസ് ആൻഡ് ലെഗ്യൂംസ് ആണ്. പയർ വർഗ്ഗങ്ങളൊക്കെ വരും.
അല്ലേ? ചെറുപയറാകാം, വൻപയറാകാം, അമരപ്പയറാകാം, അങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ഗ്രൂപ്പ് 3 വരുന്നത് മിൽക്ക് ആൻഡ് മീറ്റ് പറയാം. പാലും അതേപോലെ തന്നെ ഈ മാംസോൽപ്പന്നങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പാല് കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. പാല് കൊണ്ടുണ്ടാക്കുന്ന ഐസ്ക്രീം ആയിക്കോട്ടെ, അതുകൊണ്ടുള്ള എന്തെല്ലാം മിഠായി ഐറ്റങ്ങൾ ഉണ്ട്, അതൊക്കെ ഇതിൽ വരും. മീറ്റ്, മാംസം, മത്സ്യം ഇതൊക്കെ ഇതിൽ വരും. അതൊക്കെയാണ് ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 4 വരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾ ആണ്. ഗ്രൂപ്പ് 5 ഫാറ്റ് ആൻഡ് ഷുഗർസ്, കൊഴുപ്പുള്ളതും പഞ്ചസാര അടങ്ങിയതാണ് ഗ്രൂപ്പ് 5. ഇത് നമ്മൾ കാണാപ്പാടം പഠിക്കുന്നതാണ്. ഈ 5 ഗ്രൂപ്പ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രാക്ടിക്കൽ എഴുതാൻ പറ്റൂ. അതിനുശേഷം നമ്മൾ എഴുതേണ്ട ഹെഡിങ് ആണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. എന്തൊക്കെ മെറ്റീരിയൽ? താഴോട്ട് എഴുതുമ്പോൾ ഞാൻ നീളത്തിൽ എഴുതുക. നിങ്ങൾ എഴുതുമ്പോൾ റെക്കോർഡിൽ താഴേക്ക് എഴുതുമ്പോൾ മെറ്റീരിയൽ വേണ്ടത് പെന്ന് വേണം, പേപ്പർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ ഒന്ന് വേണ്ടത് നമുക്ക് പേന വേണമല്ലോ. അത് എഴുതി ഉണ്ടാക്കണമെങ്കിൽ പേന വേണം. അതേപോലെ തന്നെ പേപ്പർ വേണം. 20 മുതൽ 30 ഫുഡ് ഐറ്റംസ് വേണം. പിന്നെ പ്രൊസീജിയറാണ്. പ്രൊസീജിയർ ഷോർട്ടാക്കി എഴുതിക്കണം. കളക്ട് 20 to 30 ഫുഡ് വെച്ച് അവൈലബിലിറ്റി. വീടുകളിൽ നിന്ന് 20 മുതൽ അല്ലെങ്കിൽ 30 വരെയുള്ള ഫുഡ് ഐറ്റംസ് കളക്ട്. എന്നിട്ട് ഈ കളക്ട് ചെയ്ത ഫുഡ് ഐറ്റംസിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചിലത് ലാർജ് ക്വാണ്ടിറ്റി, കൂടുതൽ അളവിൽ കൺസപ്ഷൻ ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തേതിന്. ചിലത് ഒരു മീഡിയം ലെവലിൽ ഉണ്ടാവും, ചിലത് സ്മാൾ ലെവൽ. ഇപ്പം മെഡിസിൻ ഒക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്മാൾ ലെവലിലായിരിക്കും എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ മൂന്നാമത് ഐഡന്റിഫൈ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫുഡ്. മൂന്നാമത് വരുന്നത് ഫുഡ് ഐറ്റംസ്, ഫുഡ് ഐറ്റത്തിന്റെ പ്രത്യേകതകളും അത് ഗ്രൂപ്പ് ആക്കുകയും ചെയ്യാന്നുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ടേബിൾ വരക്കണം. ആ ടേബിളിൽ നമ്മൾ 4 കോളം വേണം. ഒന്ന് സീരിയൽ നമ്പർ, ക്രമ നമ്പർ. അടുത്ത കോളത്തിൽ ഫുഡ് ഐറ്റംസ് ആണ്. അടുത്തതിൽ മേജർ ന്യൂട്രിയൻസ്. മൂന്നാമത്തിൽ മേജർ ന്യൂട്രിയൻ, ഇതിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളാണ്. അടുത്തത് ഫുഡ് ക്രോപ്സ് ആണ് ലാസ്റ്റ് കോളം. ഇപ്പൊ ഞാൻ ഒന്നാമത്തെ ഐറ്റം ഫുഡ് വായിക്കാണ്. ഒന്ന് തന്നെ ഫ്ലോർ, പൊട്ടാറ്റോ, ഗീ, ബട്ടർ, ഷുഗർ. ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഈ മാവാണ്. പിന്നെ ഉരുളക്കിഴങ്ങ്, നെയ്യ്, വെണ്ണ, പഞ്ചസാര. ഇതിലടങ്ങിയിട്ടുള്ള മേജർ ന്യൂട്രിയൻസ് എന്താണെന്നുള്ളതാണ് അടുത്ത കോളത്തിൽ. തൊട്ടപ്പുറത്തിൽ എന്താ എഴുതേണ്ടത്? ഈ മാവിലും അത് ഉരുളക്കിഴങ്ങിലും നെയ്യിലും വെണ്ണയിലും പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് തന്നെ സ്റ്റാർച്ച് ആൻഡ് ഷുഗർ ആണ്. അന്നജവും പഞ്ചസാരയാണ്. ഇനി ഇതില് ഫുഡ് ക്രോപ്സ് എന്താണ്? ഈ ഇത്തരത്തിലുള്ള ഫുഡ് കഴിച്ചാൽ എന്തെല്ലാം ഗുണം ലഭിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഫീഡ്ബാക്ക് ചിലപ്പോൾ നല്ല വശം ഉണ്ടാവും, ചിലപ്പോൾ ശീതവശം ഉണ്ടാവും. അപ്പൊ ഫുഡ് ക്രോപ്പിൽ നമ്മൾ അതിന്റെ ഗുണങ്ങളാണ് എഴുതേണ്ടത്. ഗീവിങ് എനർജിയാണ്. ഇത്തരം ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എനർജി കിട്ടുമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ വായിക്കുന്നത്. എഗ്, പൾസസ്, പീനട്സ്. അതായത് മുട്ട ഉണ്ടാവും, അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ ഉണ്ടാവും, അതേപോലെ തന്നെ പിയാനട്സ് എന്ന് പറഞ്ഞ നിലക്കടലകളൊക്കെ വരും. ഇതിലടങ്ങിയിരിക്കുന്നത് എന്താണ്? പൾസസ് ആൻഡ് മീറ്റ്സ് ആണ്. പയറുവർഗ്ഗങ്ങളും മീറ്റാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. എന്തിനാണ് ഈ പയറുവർഗ്ഗങ്ങളും മുട്ടയൊക്കെ നമ്മൾ കഴിക്കുന്നത്? അതിന്റെ ഫുഡ് ക്രോപ്പ് എന്ന് പറയുന്ന കോളത്തിൽ ഇതിൻ്റെ ഗുണം എന്താ? ബോഡി ബിൽഡ്, നമ്മുടെ ശരീരം നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനോ അത് തിട്ടപ്പെടുത്താനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. മൂന്നാമത്തെ തന്നെ ഗ്രീൻ ലീവ്സ്. ഈ ഇല കൊണ്ടുള്ള ഐറ്റങ്ങളൊക്കെ വരും. ചീര, മുരിങ്ങ അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഉണ്ടാവും. വെജിറ്റബിൾ വരും. പിന്നെ നട്ട്സ് ഐറ്റങ്ങൾ വരും. അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ മുന്തിരി, ഇങ്ങനെയുള്ള നട്ട്സ് ഐറ്റങ്ങൾ വരും. ഇതുകൊണ്ടുള്ള ഉണക്കമുന്തിരിയൊക്കെ. ഇതിലടങ്ങിയിരിക്കുന്ന മേജർ ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? ഫ്രൂട്ട്സും വെജിറ്റബിളും ആണ്. എന്തിനാണ് നമ്മൾ ഈ ഇലക്കറികളും പച്ചക്കറികളും നട്ട്സ് ഒക്കെ കഴിക്കുന്നത്? അതിന്റെ ഗുണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഗിവ് പ്രൊട്ടക്ഷൻ ഫ്രം ഡിസീസ്. രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്കറികളും പച്ചക്കറികളും ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത്. നാലാമത് ഓയിലും ഗീയും, എണ്ണ ഐറ്റങ്ങളും അതേപോലെ തന്നെ നെയ്യ് ഐറ്റങ്ങളൊക്കെയാണ്. അതിലെന്താണ് അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് അടുത്ത കോളത്തിൽ. ഫാറ്റ്, കൊഴുപ്പാണ്. ഇനി ഫുഡ് ക്രോപ്സ് ആണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഈ ഓയിലും നെയ്യൊക്കെ ദോസ് ഹു കംപ്ലീറ്റ് ദി ലാക്ക് ഓഫ് ഫാറ്റ് ഇൻ ദി ബോഡി. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകളൊക്കെ വേണം. കൊഴുപ്പൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുണ്ട്. അത് ഓവറായാലും പ്രശ്നമാണ്. ശരീരത്തിൽ വേണ്ട രീതിയിൽ കൊഴുപ്പ് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അഞ്ചാമത് കിഡ്നി ബീൻസ്. ഈ വലിയ വലിയ പയറുണ്ടാവും, വൻപയറുണ്ടാവും, ചിക്ക് പീസ് ഉണ്ടാവും, കടല, വെള്ളക്കടല, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അടുത്ത് പറയുന്നത്. അതിലടങ്ങിയിരിക്കുന്നത് പൾസസ് ആൻഡ് ലെഗുമൻസ് ആണ്, പയർവർഗ്ഗങ്ങളാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഓവർകം പ്രോട്ടീൻ്റെ അപര്യാപ്തത, പ്രോട്ടീൻ ഡെഫിഷ്യൻസി കുറക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആറാമത്തെ ഗ്രാം ഫ്ലോർ, കടലപ്പൊടി, കടലമാവ് എന്നൊക്കെ പറയും. കേട് മിൽക്ക്, അല്ലെ, തൈര്, പാലുൽപ്പന്നങ്ങൾ. ഇതിലെന്തൊക്കെയാണ് അടങ്ങിയത്? സെരിയൽസ് ആൻഡ് പ്രൊഡക്ട്സ്. സെരിയൽ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളാണ്. അത് എന്തിനാണ് നമ്മൾ കടലമാവും തൈരും പാലുൽപ്പന്നങ്ങൾക്ക് ഉപയോഗിക്കുന്നത്? റിമൂവ് വിറ്റാമിൻ സി ഡെഫിഷ്യൻസി ആണ്. വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു വിറ്റാമിൻ ആണ്.
അതിൻ്റെ അപര്യാപ്തത, അതിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടലമാവും തൈരും പാലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ വളർച്ച ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഇതൊരു ടേബിൾ രൂപത്തിൽ തന്നെ എഴുതുക. നിങ്ങളുടെ റെക്കോർഡിൽ എഴുതിയിട്ടുണ്ടാവും, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ടേബിൾ രൂപത്തിൽ തന്നെ എഴുതാണ് ഏറ്റവും നല്ലത്. ഈ സ്റ്റെപ്പ് രീതിയിൽ എഴുതാൻ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ലാസ്റ്റ് കൺക്ലൂഷൻ, ഇതിൽ നിന്ന് എന്താണ് എനിക്ക് മനസ്സിലായതെന്ന് പറയുന്നത്, വ്യത്യസ്ത തരത്തിലുള്ള ഫുഡ് ഐറ്റംസ്, ഫുഡ് ഗ്രൂപ്പ്സുകളുണ്ട്. ഓരോന്നിലും വ്യത്യസ്ത തരത്തിലുള്ള വിറ്റാമിൻസും പ്രോട്ടീൻസും അന്നജവും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, എന്തെങ്കിലും സംശയം ചോദിക്കുക. തുടർന്നുള്ള വീഡിയോയിൽ നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും തിയറിയുടെയൊക്കെ എല്ലാ വിഷയങ്ങളുടെയും നമ്മൾ അവതരിപ്പിക്കും. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ നൽകുന്നുണ്ട്. വീട്ടിലിരുന്നിട്ട് ഓൺലൈനായി പരീക്ഷ എഴുതാനുള്ള +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.